പാലക്കാട് ജില്ലയിലെ CPM വിമത കൺവെൻഷനിൽ പങ്കെടുത്തതിന് പിന്നാലെ PK ശശി പാർട്ടിയിൽ നിന്ന് പുറത്താവുകയാണ് ഉണ്ടായത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും പോരാട്ടം തുടരുമെന്നാണ് PK ശശിയുടെ പ്രതികരണം. ശശി ഉയർത്തിയ ആരോപണങ്ങൾ തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാമെന്നായിരുന്നു EN സുരേഷ് ബാബുവിന്റെ മറുപടി. PK ശശിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. രണ്ടാമത് PK ശശി പറയുന്നതിനൊക്കെ ഇനി മുഖവിലക്കെടുക്കേണ്ട കാര്യമുണ്ടോ? എന്തെങ്കിലും അത്തരത്തിലൊരു കാര്യം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാളുടെ എല്ലാം പ്രസ്താവനയെ വളരെ നിസ്സാരമായി അവഗണിച്ചു തള്ളുന്നു എന്നുള്ളതാണ് എൻ്റെ ഭാഗത്തുള്ളത്. നിങ്ങൾ ഈ ശശിൻ്റെ വർത്തമാനമൊക്കെ കേട്ടിട്ട് നിങ്ങൾ വെറുതെ എന്നോട് ചോദ്യം ചോദിക്കേണ്ടതാണ്. ആരായി ശശി? റൈസ് റഷീദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം. ആരായി ശശി എന്നാ ചോദിക്കുന്നത്? അതായത് ഇന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതേ ഉള്ളൂ, പക്ഷേ ഞങ്ങൾ തന്നെ അന്വേഷിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ എന്ന് മാധ്യമപ്രവർത്തകർക്ക് ഹിന്റ് കൊടുക്കുകയാണ് ENS. റൈസ് റഷീദ്. മാധു എന്ന് മാത്രമല്ല, ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയ പല റിപ്പോർട്ടുകളും കയ്യിലുണ്ട്, അതൊക്കെ പുറത്തേക്ക് വരും എന്ന സൂചന കൂടി പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു നൽകുന്നുണ്ടായിരുന്നു. PK ശശി പാർട്ടിയോടഞ്ഞ് പുറത്തേക്ക് പോകും എന്ന് CPM നേതൃത്വം നേരത്തെ തന്നെ കരുതിയതാണ്. അത് ഏത് ദിവസം ഉണ്ടാകും എന്ന് മാത്രമേ അവർ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. ഇന്ന് CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നതിനിടയിലാണ് വിമത കൺവെൻഷനിൽ PK ശശി എത്തിയത്. ഈ സമയത്ത് തന്നെ പാലക്കാട് ജില്ലയിലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി ആശയവിനിമയം നടത്തി. പ്രാഥമികമായി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്കെതിരെ, മറ്റു പാർട്ടി നേതാക്കൾക്കെതിരെ, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കെതിരെ, സംസ്ഥാന സെക്രട്ടറിക്കെതിരെ, അതായത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് എന്ന കാര്യം ഉറപ്പായിരുന്നു. അങ്ങനെയാണ് സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നതിനിടെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനമെടുത്തത്. ശശി ഉന്നയിച്ച മുഴുവൻ ആരോപണങ്ങൾക്കും പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് മറുപടി ഉണ്ടായി. ഒരു തരത്തിലും ശശി പറയുന്നത് പോലെ സാമ്പത്തിക നേട്ടം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, സ്പിരിറ്റ് കച്ചവടമോ കള്ള് കച്ചവടമോ നടത്തുന്നില്ല. ശശിയാണ് CITU സഖാക്കൾക്ക് കിട്ടിയ ജീപ്പ് സ്വന്തം നിലയിൽ ഉപയോഗിച്ചത് എന്നതടക്കമുള്ള പാർട്ടിയിൽ നിന്ന് ആനുകൂല്യം പറ്റി ജീവിച്ചത് വലിയ പണക്കാരനായത് ശശിയാണ്, താനല്ല എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ വർത്തമാനങ്ങളും. പല ചോദ്യങ്ങൾക്കും ശശിക്കിനി എന്തിന് മറുപടി എന്ന ഒരു മറുചോദ്യം നമ്മളോട് ചോദിക്കുകയും ചെയ്തു. ഇങ്ങനെ മോശക്കാരനാണെങ്കിൽ ശശിയെ എന്തിന് പാർട്ടിയിൽ നിലനിർത്തി എന്ന ചോദ്യം ചോദിച്ചപ്പോൾ എന്നെങ്കിലും നന്നാകുമെങ്കിൽ നന്നാകട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു, അതുണ്ടായില്ല, അതുകൊണ്ട് പാർട്ടിക്ക് പുറത്തേക്ക് പറഞ്ഞു വിടുന്നു എന്നതായിരുന്നു പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. ശരി റഹീസ്, ശരി.